ബ്ലഡ് തടാകത്തിൻ്റെ കരയിലൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. വടക്കു പടിഞ്ഞാറൻ സ്ലോവേനിയയിലെ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ലേക്ക് ബ്ലഡും അതിൻ്റെ പരിസരങ്ങളും. കഴിഞ്ഞ ഭാഗത്ത് ബ്ലഡ് തടാകത്തിലൂടെയുള്ള ബോട്ട് സവാരിയും മറ്റ് കാഴ്ചകളും ആയിരുന്നുവല്ലോ. തടാക തീരത്തു നിന്നും ഞങ്ങൾ ഇനി മലമ്പ്രദേശത്തേക്ക് പോവുകയാണ്. സ്ലോവേനിയൻ വിജനതയിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ഒക്കെയാണ് യാത്ര. മേഘം ഭൂമിയോട് വളരെ അടുത്ത് കാണപ്പെടുന്ന മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ സ്ലോവേനിയൻ ഗ്രാമങ്ങൾ അതികാൽപ്പനികമായി അനുഭവപ്പെടുന്നു. വലിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രൗഢിയുടെ ഇടയ്ക്ക് മറഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു കുഞ്ഞു രാജ്യമാണ് സ്ലോവേനിയ എന്നതിൽ സംശയമില്ല. മനസ്സിനെ ശാന്തവും അഗാധവുമാക്കുന്ന പ്രശാന്തത ഇവിടുത്തെ ഭൂപ്രകൃതിക്കുണ്ട്. മല കയറാൻ വേണ്ടിയാണ് യാത്ര തുടങ്ങിയതെങ്കിലും ആദ്യം എത്തപ്പെട്ടത് മറ്റൊരു തടാക തീരത്താണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ തടാകം സന്നിവേശിപ്പിക്കുന്ന വിശ്രാന്തിയും സമാധാനവും ഞങ്ങളെ അവിടെ വണ്ടി നിർത്തി ഇറങ്ങാൻ പ്രേരിപ്പിച്ചു. ഞങ്ങൾ ഇറങ്ങിയ ഭാഗത്ത് തടാകത്തിലേക്ക് വന്നു ചേരുന്ന ഒരു അരുവി കാണാം. അതിന് കുറുകെയുള്ള പാലവും അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ പള്ളിയും മറുഭാഗത്തെ വിശാലമായ തടാകവും ഒക്കെയായി അഭൗമമായ ഒരു പരിസരം. ഞങ്ങൾ തടാകത്തിൻ്റെ കരയിലേക്ക് ഇറങ്ങി അവിടുത്തെ ശാന്തി അനുഭവിച്ച് കുറച്ച് സമയം ഇരുന്നു. ബൊഹിഞ്ച് എന്നാണ് ഈ തടാകത്തിൻ്റെ പേര്. സ്ലോവേനിയയിലെ ഏറ്റവും വലിയ തടാകമാണ്. എന്നാൽ ആളും തിരക്കും ഒക്കെ ബ്ലഡ് തടാകത്തിൻ്റെ കരയിലാണ്. ഇവിടം ഏറെക്കുറെ വിജനമാണ്, അത്രയും മനോഹരവും. സ്വന്തമായി കാർ വാടകയ്ക്കെടുത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ഗുണം ഇതാണ്: സാധാരണ നിലയ്ക്ക് ടൂറിസ്റ്റുകൾ എത്താത്തിടങ്ങളിലേക്ക് ചെന്നെത്താൻ പറ്റും. കേബിൾ കാറിൽ കയറിയാണ് ഞങ്ങൾ മലമുകളിലേക്ക് പോയത്. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, മേഘം ഭൂമിക്ക് വളരെ അടുത്താണെന്ന്. കോടയുടെ ആ പുതപ്പിനെ മുറിച്ചു കടന്നപ്പോൾ തന്നെ മഞ്ഞുമൂടിയ മലഞ്ചരിവ് കണ്ടു തുടങ്ങി. പേടിപ്പെടുത്തും വിധം കുത്തനെയാണ് കേബിൾ കാർ മല കയറിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗം തന്നെ ആൾട്ടിറ്റ്യൂഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മേഘം താഴെയായതിനാൽ സമതലം ഏതാണ്ട് മുഴുവനായും അപ്രത്യക്ഷമായി കഴിഞ്ഞു. കുറേയേറെ കേബിൾ കാർ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും കുത്തനെയുള്ള കയറ്റങ്ങളിലൊന്നാണ് ഇവിടത്തേത് എന്ന് പറയേണ്ടി വരും. അസർബൈജാനിലെ ഗബാല എന്ന സ്ഥലത്ത് കേബിൾ കാറിൽ പോകുമ്പോഴാണ് ഇതിനു മുൻപ് അല്പം പേടി തോന്നിയത്. അതിപ്പോൾ 7-8 വർഷമായിരിക്കുന്നു എന്നത് ആശ്ചര്യപ്പെടുത്താതിരുന്നില്ല.
യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനും മുൻപായിരുന്നു അത്. ബൊഹിഞ്ച് ലേക്കിൻ്റെ മറ്റൊരു ഭാഗത്തെ തീരപ്രദേശമായ ഉകാൻക് എന്ന സ്ഥലത്തു നിന്നാണ് കേബിൾ കാർ തുടങ്ങുന്നത്. മുകളിലുള്ളത് ഒരു സ്കീ റിസോർട്ടാണ്, വോഗൽ സ്കീ റിസോർട്ട്. അടുത്തുള്ള വോഗൽ കൊടുമുടിയുടെ പേരാണ് സ്കീ റിസോർട്ടിന് കൊടുത്തിരിക്കുന്നത്. ഈ പ്രദേശത്തെ സ്ഥലങ്ങളുടെ പേര് ഞാൻ പറയുന്ന മാതിരി തന്നെ ആണോ എന്നറിയില്ല. പലപ്പോഴും പ്രാദേശികമായ ഉച്ചാരണം വ്യത്യസ്തമായിരിക്കും. ഇംഗ്ലീഷിൽ എഴുതുന്നത് അതേപോലെ പറയുന്നു എന്നേ ഉള്ളൂ. താഴ്വാരത്തിലൊന്നും ആളുകളെ കാണാനില്ലാത്തതിൻ്റെ കാരണം മലമുകളിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. ഈ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ഈ മലമുകളിലാണ് എന്ന് തോന്നുന്നു. കുടുംബസമേതവും അല്ലാതെയും വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ സ്കീയിങ് എന്ന വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉണ്ട്. ചെറുതും വലുതുമായ അനേകം സ്കീ ട്രെയിൽസ് കാണുന്നുണ്ട്. വളരെ ഉയരമുള്ള ട്രെയിൽസിലെത്താൻ വീണ്ടും മുകളിലേക്ക് കേബിൾ കാർ ഉണ്ട്. 2 പേർക്ക് ഇരുന്നു പോകാൻ പറ്റുന്ന സംവിധാനം. ചെറിയ ചെരിവുകളുടെ മുകളിലെത്താൻ എസ്കലേറ്റർ പോലുള്ള സംവിധാനവും കണ്ടു. സ്കീ ചെയ്യാനുള്ള സാമഗ്രികൾ വാടകയ്ക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളിൽ കൂടുതൽ പേരും സ്കീ ചെയ്യാനും അനുബന്ധ വിനോദങ്ങൾക്കും വേണ്ടി എത്തിയവരാണ്. കുറച്ചു പേർ മഞ്ഞുവഴിയിലൂടെ മറ്റു ഭാഗങ്ങളിലേക്ക് ട്രെക്ക് ചെയ്തു പോകുന്നതും കണ്ടു. വെറും കാഴ്ചക്കാരായി എത്തിയത് ഞങ്ങൾ മാത്രമാണെന്ന് തോന്നുന്നു. മഞ്ഞുമൂടിയ ഈ മലമുകളിൽ നിൽക്കുമ്പോൾ ഞാൻ പ്രകൃതിയുടെ വൈവിധ്യത്തെ വിനയാന്വിതനായി ഓർക്കുകയാണ്. ഈ ഭാഗത്ത് ജീവിക്കുന്നവർക്ക് ഇത് അത്രയൊന്നും ആകർഷണീയമായ കാഴ്ചയാവില്ല. കുവൈറ്റിലെ വിസ്തൃതമായ മരുഭൂമിയിലോ നമ്മുടെ ഉഷ്ണമേഖലാ വനത്തിലോ വന്നു നിന്നാൽ ഇവിടത്തുകാർ അന്തം വിട്ടു പോകുമായിരിക്കും. യാത്രകളും യാത്ര നൽകുന്ന അനുഭവവും മധ്യവർഗ ജീവിതം നൽകുന്ന അനാവശ്യമായ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമാണോ എന്ന് ഞാൻ ഇടയ്ക്കെങ്കിലും വിശകലനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വിചാരത്തെ എപ്പോഴും ഉടച്ചു കളയുന്ന പ്രാഥമികമായ വസ്തുത പ്രകൃതിയാണ്. ഭൂമിയിലെ വൈവിധ്യമുള്ള പ്രകൃതി വിന്യാസങ്ങളിലേക്ക് ചെന്നെത്താൻ ഈ ജന്മം വളരെ അപര്യാപ്തമാണ് എന്ന തോന്നലാണ് വീണ്ടും വീണ്ടും യാത്രകളിലേക്ക് പ്രചോദിപ്പിക്കുക. അത് അബോധമായി സംഭവിക്കുന്നതാണ്. കൂടുതൽ വിശകലനം ചെയ്യാതെയും ഫിലോസഫി സൃഷ്ടിക്കാതെയും ഭൂമിയെ അറിയുക എന്നതാവും കൂടുതൽ അഭികാമ്യം. ട്രിഗ്ലാവ് ദേശീയോദ്യാനത്തിൽപ്പെടുന്നതാണ് ഈ സ്ഥലങ്ങൾ. ഇത് സ്ലൊവേനിയയിലെ ഏക നാഷണൽ പാർക്കാണ്. ട്രിഗ്ലാവ് എന്ന കൊടുമുടിയുടെ ചുറ്റുമായി പടർന്നു കിടക്കുന്ന വനപ്രദേശമാണ് ഈ ദേശീയോദ്യാനം. ഇപ്പോൾ മഞ്ഞുമൂടി കാണപ്പെടുന്നുവെങ്കിലും വേനൽക്കാലത്ത് കൂടുതൽ ഭാഗങ്ങളും വനഭൂമിയായി മാറും. എങ്കിലും നമ്മുടെ ട്രോപ്പിക്കൽ മഴക്കാടുകളുടെ വന്യത ഋതുജന്യമായ ഇവിടുത്തെ വനങ്ങൾക്ക് ഇല്ല. ഈ മഞ്ഞുമൂടിയ മലമുകൾ ദേശം ട്രിഗ്ലാവ് ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഈ നാഷണൽ പാർക്ക് അതിനേക്കാൾ വിസ്തൃതമായ മറ്റൊരു പ്രകൃതി പ്രതിഭാസത്തിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്. ജൂലിയൻ ആൽപ്സ് എന്ന മലനിര. ജൂലിയൻ ആൽപ്സോ ആൽപ്സ് എന്ന വളരെ വിസ്തൃതമായ മറ്റൊരു മലനിരയുടെ ഭാഗവും. ആൽപ്സ് പർവ്വതനിരയുടെ കിഴക്കനറ്റത്തായുള്ള ഭാഗത്തെയാണ് ജൂലിയൻ ആൽപ്സ് എന്ന് പറയുക. വോഗൽ സ്കീ റിസോർട്ടിലെ മഞ്ഞൻ പ്രതലത്തിലെ സ്കീയിങ് വിനോദത്തിൻ്റെ കാഴ്ചകളും കണ്ട് കുറച്ചുനേരം ചുറ്റിത്തിരിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴ്വാരത്തിലേക്ക് മലയിറങ്ങി. താഴത്തെ കേബിൾ കാർ സ്റ്റേഷനിൽ തിരിച്ചെത്തി കാറെടുത്ത് യാത്ര തുടർന്നു. ഞങ്ങളിപ്പോൾ ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുന്നത് വടക്കു പടിഞ്ഞാറൻ സ്ലൊവേനിയയിലെ ഭൂഭാഗങ്ങളിലൂടെ ആണ്. ഇത് ഇറ്റലിയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ഇവിടെ നിന്നും ഒരു 3-3.5 മണിക്കൂർ സഞ്ചരിച്ചാൽ പ്രശസ്തവും നമുക്ക് കേട്ട് സുപരിചിതവുമായ വെനീസ് എന്ന ഇറ്റാലിയൻ പട്ടണത്തിലെത്താം. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് വെനീസ് കാണാതെ പോകുന്നത് നന്നല്ല എന്നറിയാം. എങ്കിലും ഇത്തവണത്തെ യാത്രാപദ്ധതിയിൽ അത് ഉൾപ്പെടുത്താൻ നിർവാഹമുണ്ടായിരുന്നില്ല. ബൊഹിഞ്ച് തടാകമുള്ള ഭാഗത്തു നിന്നും ഞങ്ങൾ താമസിക്കുന്ന ക്രഞ്ച് എന്ന പട്ടണത്തിലേക്ക് മടങ്ങുകയാണ്. ക്രഞ്ച് സ്ലൊവേനിയയിലെ ഒരു ചെറു പട്ടണമാണ്. അവിടേക്കുള്ള ഈ ഡ്രൈവ് അതീവ രസകരമാണ്.
സ്ലൊവേനിയൻ ഗ്രാമങ്ങളിലൂടെയും ചെറു ജനപദങ്ങളിലൂടെയും ഉള്ള യാത്ര, കാൽപ്പനിക ലാവണ്യമുള്ള ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും, വൃത്തിയും വെടിപ്പുമാണ് എവിടെയും. എല്ലാം കൊണ്ട് സുന്ദരമായ ഭൂപ്രകൃതിയാണ് സ്ലൊവേനിയയിലേത്. യുഗോസ്ലോവിയയിൽ നിന്നും സ്വാതന്ത്ര്യമായതിനു ശേഷം ആദ്യമായി യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ഒരു രാജ്യമാണ് സ്ലൊവേനിയ. ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള രാജ്യം കൂടിയാണ്. സ്ലൊവേനിയയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. പഴയ യുഗോസ്ലോവിയൻ അംഗരാഷ്ട്രങ്ങളിൽ വച്ച് ഏറ്റവും യൂറോപ്യനായ രാജ്യം സ്ലൊവേനിയയാണ് എന്ന്. ഭൂമിശാസ്ത്രപരമായി മുഖ്യധാരാ യൂറോപ്പിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യം ആയതുകൊണ്ടുകൂടിയാവാം. ഭൂപ്രകൃതി കൊണ്ടും സാമൂഹ്യ രീതികൾ കൊണ്ടും അയൽ രാജ്യമായ ഓസ്ട്രിയയോട് നല്ല സാമ്യം തോന്നിക്കുന്ന ഒരു രാജ്യമാണ് സ്ലൊവേനിയ. ക്രഞ്ച് പട്ടണത്തിൻ്റെ പ്രാന്തത്തിൽ കുന്നിൻ മുകളിലുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എങ്കിലും ക്രഞ്ച് പട്ടണം ഞങ്ങൾ വിശദമായി കണ്ടില്ല. അതിന് കാരണമുണ്ടായിരുന്നു. അധികം അകലത്തല്ലാതെയുള്ള സ്ലൊവേനിയയുടെ തലസ്ഥാന പട്ടണമായ ലുബ്ലിയാന നാളെ സന്ദർശിക്കുന്നുണ്ട്. പ്രാതിനിധ്യ സ്വഭാവത്തോടെയുള്ള ഒരു പട്ടണം സന്ദർശിക്കാനുള്ള സമയമേ ഇത്തരം യാത്രകളിൽ കണ്ടെത്താനാവൂ. കുന്നിൻ മുകളിലെ ഹോട്ടലിൽ നിൽക്കുമ്പോൾ താഴെ നദിയിൽ ഒരു തടയണ പോലെ എന്തോ കണ്ടിരുന്നു. മടക്കയാത്രയിൽ കുന്ന് കയറുന്നതിന് മുമ്പ് എങ്കിൽ അവിടെ വരെ ഒന്ന് പോകാം എന്ന് കരുതി. നദീതീരത്തുകൂടി നടക്കുമ്പോൾ കുന്നിൻ മുകളിലെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് സാവാ നദിയാണ്. സാവാ നദിയെ ഞങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അത് ബെൽഗ്രേഡിൽ വച്ചാണ്. സെർബിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡിൽ വച്ചാണ് സാവാ നദി ഡാന്യൂബിൽ ലയിക്കുന്നത്. ആ നദീസംഗമസ്ഥാനത്ത് കൂടി ഞങ്ങളൊരു ബോട്ട് യാത്രയും നടത്തിയിരുന്നു. അതിൻ്റെ വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്. ഹോട്ടലിൽ തിരിച്ചെത്തി കുന്നിൻ മുകളിലെ സായാഹ്ന കാഴ്ചകളിലൂടെയും അല്പനേരം നടന്ന് അത്താഴം കഴിച്ച് കിടന്നുറങ്ങി. നാളെ രാവിലെ സ്ലൊവേനിയയുടെ തലസ്ഥാന പട്ടണമായ ലുബ്ലിയാനയിലേക്ക് പോകണം. അടുത്ത ഭാഗം ലുബ്ലിയാനയിലെ കാഴ്ചകൾ.